ക്രിയേറ്റീവ് ഡ്രീംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു കല്യാണത്തിന് പോവുകയാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ എടുക്കുന്നതായിരിക്കും. എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ പറയുക. ഇടയ്ക്ക് എടുക്കാറുണ്ട് ചില കല്യാണങ്ങൾക്കൊക്കെ. ഇന്ന് എടുക്കാനുള്ള മൂടുണ്ടാവുകയില്ലെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ എടുക്കുന്നതായിരിക്കും. ഞങ്ങളെന്നാൽ പോയിട്ട് വരാം, സമയമായി. I am an uncle to Susanna. Susanna is my niece. Once again, I am extremely glad and delighted to lead this betrothal service, head covered in accordance with the word of God. Videographers and photographers, മനോഹരമായിരിക്കുന്ന നല്ല നിമിഷങ്ങൾക്കായി നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. എൻ്റെ പ്രിയമക്കളായി ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ സന്തോഷകരമായിരിക്കുന്ന വേളയിൽ ഒരുമിച്ച് കടന്നു വന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ കർത്താവിനെ സ്തുതിക്കണമെന്ന് ഗാനങ്ങൾ ആലപിക്കുന്നവരും അതുപോലെ വിവിധ ശുശ്രൂഷകളെ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആവശ്യമായിരിക്കുന്ന സ്വർഗീയ കൃപ നൽകി പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ നിയന്ത്രണത്തിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ ആത്മാവിൻ്റെ നിറവിൽ ഞങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തി സ്തുതിപ്പാനും ഈ ശുശ്രൂഷയുടെ ആരംഭ അവസാനം വരെയും ദൈവാത്മാവിനെ നടത്തിപ്പ് നൽകിയവർ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. And he is the savior of the body. Therefore, as the church is subject unto Christ, so let the wives be to their own husbands in everything. Husbands, love your wives, even as Christ also loved the church and gave himself for it, that he might sanctify and cleanse it with the washing of water by the word. now I request Brother Shombe Puthuran, father of Susanna, to come forward and intimate the proposal before the congregation. Brother Shombe Puthuran. കർത്താവിൻ്റെ അതിപരിശുദ്ധനാമത്തിന് മഹത്വം. സങ്കീർത്തനങ്ങൾ 127 ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്. മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ എന്നാണ് നാം വായിക്കുന്നത്. വലിയവനായ ദൈവം തൻ്റെ കാര്യപരിപാടിയിൽ ഞങ്ങളുടെയും ദാമ്പത്യ ജീവിതത്തിൽ ദൈവം ഞങ്ങളെ മക്കളെ തന്നു. മക്കളെ വളർത്തുവാനായിട്ടും ദൈവകൃപയിൽ അവരെ വളർത്തുവാനായിട്ടൊക്കെ ദൈവം കൃപയെ തന്നു. ഞങ്ങൾക്ക് 2 മക്കളെയാണ് ദൈവം നൽകിയത്. മൂത്തത് മകൻ സ്റ്റെഫാനാണ്. മക്കളെ ഓർത്ത് ഞങ്ങളുടെയൊക്കെയും പ്രാർത്ഥന, അവർ ദൈവ വഴിയിൽ നടക്കണം, അവർ ദൈവത്തെ അറിഞ്ഞ് ദൈവഹിതപ്രകാരം അവർ വിവാഹ ബന്ധത്തിലേക്ക് ഏർപ്പെടണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത പ്രകാരം മൂത്ത മകന് സ്റ്റെഫാന് ഒരു വിവാഹം നടത്തുവാനായിട്ട്, അങ്ങനെ ഹെലൻ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം അനുവദിച്ചു. ഇന്ന് നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത് ഞങ്ങളുടെ മകളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ദൈവനായ ദൈവം
നമ്മെ ഓരോരുത്തരെയും കുറിച്ച് വ്യത്യസ്തമായ കൃത്യമായ കാര്യപരിപാടി ഉള്ളതിനാൽ ഞങ്ങളുടെ മകൾ സൂസനെ കുറിച്ചും ദൈവത്തിന് ഒരു കൃത്യമായ കാര്യപരിപാടിയിൽ ബേസിലിനെ സൂസനയ്ക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അതിൻ്റെ തക്ക സമയത്ത് ദൈവം വെളിപ്പെടുത്തി തന്നു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ദൈവത്തെ സ്തുതിക്കുവാനായിട്ടും മഹത്വപ്പെടുത്തുവാനായിട്ടുള്ളത്. കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഞങ്ങൾക്കും അവരെക്കുറിച്ചുണ്ടായിരുന്ന പ്രാർത്ഥന ദൈവഭയവും ദൈവഭക്തിയുമുള്ള ഒരു പൈതലിനെ, ഒരു ദൈവമകനെ സൂസനയ്ക്ക് ഒരു വരനായിട്ട് ലഭിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയായിരുന്നു. അതോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചൊരു വിഷയമാണ് ഒരു ദൈവഭക്തിയും ദൈവഭയവുമുള്ളൊരു ഭവനത്തിലേക്ക് വേണം സൂസന പോകണം എന്നുള്ളത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ അനുഭവത്തോടാകട്ടെ. ഞങ്ങൾക്ക് 4 മക്കളാണുള്ളത്. ഈ മക്കളുടെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്നത് അവർ പ്രായമായപ്പോഴല്ല. എൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുന്ന ആ ദിവസം മുതലേ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി 2 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഒന്ന്, കർത്താവിൻ്റെ സമയമാകുമ്പോൾ കർത്താവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെടണം. 2, കർത്താവിൻ്റെ സമയമാകുമ്പോൾ ദൈവഹിതപ്രകാരം മാത്രമുള്ള വിവാഹം നടക്കണം. അത് ഞങ്ങളുടെ പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ 27 വർഷങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഈ ദിവസങ്ങളിൽ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാനതിൽ കർത്താവിന് എല്ലാ മഹത്വവും അർപ്പിക്കുകയാണ്. ഷോംബെ ഓർപ്പിച്ചതുപോലെ ഞങ്ങളുടെ മക്കളുടെ വിവാഹത്തിൻ്റെ ആലോചന ഉണ്ടായി, വളരെ പ്രാർത്ഥനയുണ്ടായി, ദൈവഹിതമാണെന്ന് ബോധ്യമായി. രാവിലെ 10:30 മണിക്ക് അരിപ്പറമ്പ് ക്രിസ്ത്യൻ ബ്രദർ ചർച്ചിൻ്റെ ചുമതലയിൽ കോട്ടയത്ത് ഏറ്റുമാനൂരിൻ്റെ അടുത്ത് തെള്ളകത്തുള്ള DMCC ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹം നടക്കണം എന്നാണ് ഞങ്ങളുടെ 2 കുടുംബങ്ങളുടെയും താല്പര്യം. ആ താല്പര്യം നിങ്ങളുടെ മുമ്പാകെ ഞാൻ അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ അന്തിമമായ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. ആ കാര്യം സഭയുടെ മുമ്പാകെ ഞാൻ അറിയിച്ചു കൊടുക്കുന്നു. God is great in His counsel. Having received the consent of both the families, God willing, the holy matrimony of Basil and Susanna will be solemnized under the auspices of Ariparambu Christian Brethren Church on May the 22nd, 2026 at 10:30 a.m. venue being DM Convention Center, Kottayam. We are eagerly awaiting to see Basil and Susanna. Shall I now welcome Basil and Susanna to come onto the stage accompanied by their parents. Basil and Susanna. God answers our prayer, and this day is the witnessing of answering our prayers. Now, for the documenting and declaration, now request Brother N.T. Peter, elder from Hebron Chapel, to come forward. I also request the designated witnesses from both assemblies to come on stage for the documentation. Meanwhile, as we do the documentation, the choir from Bethsaida Bible Chapel, Kilpock, will lead us with the song Day After Day, Jesus Reigns.
മീനടം വില്ലേജിൽ പാമ്പാടി ദേശത്തെ കാരിക്കോട്ട് കടവുംഭാഗം വീട്ടിൽ വർഗീസ് കെ കുര്യൻ്റെയും അന്നാമ്മ വർഗീസിൻ്റെയും മകനും ക്രിസ്ത്യൻ ബ്രദറൻ ചർച്ച് അരിപ്പറമ്പ് സഭാംഗവുമായ ബേസിൽ കുര്യൻ വർഗീസും എറണാകുളം ജില്ലയിൽ കടയന്നൂർ താലൂക്കിൽ വാഴക്കാല വില്ലേജിൽ തൃക്കാക്കര ചെമ്പുമുക്ക് ദേശത്തെ വിടച്ചേരിൽ വീട്ടിൽ ഷോംബെ പുത്തൂരാൻ്റെയും അനി എസ് പുത്തൂരാൻ്റെയും മകളും ഹെബ്രോൺ ചാപ്പൽ എറണാകുളം നോർത്ത് ബ്രദറൻ അസംബ്ലി സഭാംഗവുമായ സൂസന്ന എസ് പുത്തൂരാനും തമ്മിലുള്ള വിശുദ്ധ വിവാഹം ദൈവഹിതമായാൽ 2026 മെയ് മാസം 22-ാം തീയതി പകൽ 10:30 അരിപ്പറമ്പ് ക്രിസ്ത്യൻ ബ്രദറൻ ചർച്ച് സഭയുടെ ആഭിമുഖ്യത്തിൽ കോട്ടയത്ത് തെള്ളകത്തുള്ള DM കൺവെൻഷൻ സെൻറ്റർ DMCC ഹാളിൽ വെച്ച് നടത്തുവാൻ ഇരു ഭവനക്കാരുടെയും ബന്ധുക്കളുടെയും സഭാപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ഇന്നേ ദിവസം 17/4/2026 എറണാകുളം പാടിവട്ടം അസീസിയ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നു. Indeed, this is a joyful occasion for the assemblies, for the families, and for Basil and Susanna. Now, Basil is the groom-to-be, and much prayers are also needed for Susanna as she is the bride-to-be. As they now prepare for this very special day that is ahead of them, നമുക്ക് പ്രാർത്ഥിക്കാം. വലുവിനായി നീ സ്വർഗീയ നല്ല പിതാവേ, അവിടത്തേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ആരാധനയും ഞങ്ങളാ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതുപോലെ വിവാഹത്തിൻ്റെ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ അടിയങ്കിക്കുന്ന ദിവസങ്ങളിലൂടെ ആയിരിക്കാനും ആ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായിട്ട് നിർവഹിക്കപ്പെടുവാനും കർത്താവ് സഹായിച്ചു. ഞങ്ങൾ അവിടത്തേക്ക് എല്ലാ നന്ദിയും സ്തുതിയും അവിടത്തേക്ക് അർപ്പിക്കുന്നു. will be introduced. So shall I first request Evangelist Varghese Kurian to introduce his family, followed by Brother Shombe Puthuran to introduce his family. 4 മക്കളെ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളുടെ ആഗ്രഹം 6 ആയിരുന്നു. പക്ഷേ ഡോക്ടർമാരുടെ ഭാര്യയോട് വഴി പറ്റിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണ്. അതുകൊണ്ട് 4 മക്കൾ. ഈ 4 മക്കൾ 3 പേർ വിവാഹം കഴിഞ്ഞു. 3 പെൺമക്കൾ. ഒടുവിലത്തതാണ് ബേസല്. എൻ്റെ ഭാര്യ അമ്മക്കുട്ടി എന്ന് സ്നേഹത്തോടെ വിളിക്കും. ഒഫീഷ്യൽ അന്നമ്മ വർഗീസ്. മൂത്ത മകള് ബ്ലസ്സിയുടെ വീട്ടിൽ വിളിക്കും. സൂസൻ എന്നാണ് ഒഫീഷ്യൽ പേര്. ഭർത്താവ് ബിപിൻ ജോർജ് ബാംഗ്ലൂർ സുവിശേഷം ചെയ്യുന്ന TG ബെന്നിയുടെ മകനാണ്. അവർക്ക് 2 മക്കൾ, ബെഞ്ചമിൻ, വിക്കി. രണ്ടാമത്തെ മകള് ബെൻസി. അവരുടെ ഭർത്താവ് ബെൻ. എൻ്റെ കൂടെ 4 വർഷം മദ്രാസിൽ ബൈബിൾ കോളേജിൽ പഠിച്ച സാംലാലിൻ്റെ മകനാണ് ബെൻ. അവർക്ക് 2 മക്കൾ, ബെറിൽ, ബെഞ്ചി. മൂന്നാമത്തെ മോള് ബെറ്റി. അവിടെ വിവാഹം കഴിച്ചിരിക്കുന്നത് അതൊരു ബിബിനാണ്. ഇത് ബിപിൻ, അടുത്ത് ബിബിൻ. മുക്കുട്ടുതറയിൽ കർത്താവിന് വേണ്ടിയായിരിക്കുന്ന രാജൻകുട്ടിയുടെ മകനാണ് ബിബിൻ. അവർക്ക് ഒരു കുഞ്ഞേ ആയുള്ളൂ. അവനെ എലൈജ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ളൊരു ചെറിയ കുടുംബമാണ് ഞങ്ങളുടേത്. ഇത്രയും അത്യാവശ്യമായിട്ട് പരിചയപ്പെടുത്താൻ സമയമുള്ളൂ. ബാക്കി ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അതിലുപരിയായിട്ട് ബേസലിനെ ഏറ്റവും അധികം ആത്മീയ ശുശ്രൂഷയിൽ കൈപിടിച്ചുയർത്തിയ അരിപ്പറമ്പ് സഭയിലെ അംഗങ്ങൾ എല്ലാവരും പരിചയപ്പെടുത്തേണ്ടതാണ്. എന്നാൽ അതിന് മുതിർന്നാൽ നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത്രയും പരിചയപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുക. എല്ലാവർക്കും അറിയാവുന്ന പോലെ എൻ്റെ പേര് ഷോംബെ. എൻ്റെ സഹധർമ്മിണി അനി അലിശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. അലിശ്ശേരിയുടെ അനിയുടെ പപ്പയും മമ്മിയും ഒക്കെ ഇവിടെ ഉണ്ട്. അവരെ ഇതിന് ശേഷം പരിചയപ്പെടുത്താം. എൻ്റെ മൂത്ത മകൻ സ്റ്റെഫാൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് ദൈവം നൽകിയത് ഹെലൻ. ഇത്രയും ചെറിയ ഫാമിലിയാണ്. പിന്നെ ഉള്ളത് ഞങ്ങളുടെ മകള് സൂസന്നയും
ബേസിലും. സോ ദേ ആർ ഓൾസോ ഹിയർ വിത്ത് അസ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഞങ്ങൾ അനിയുടെ പപ്പയും മമ്മിയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. കൊച്ചമ്മയും ഉണ്ട്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. അവർക്ക് മുന്നോട്ട് വരാനുള്ള ബുദ്ധിമുട്ട് കാരണം അവരവിടെ തന്നെ നിൽക്കും. ഒന്ന് തിരിഞ്ഞു നിന്നാൽ എല്ലാവർക്കും കാണുകയും ചെയ്യാം. അനിയുടെ പാരൻസ് കലിശ്ശേരിയിൽ നിന്ന് വന്നിട്ടുണ്ട്. കൊച്ചമ്മയും വന്നിട്ടുണ്ട്. ഇത് കൂടാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ട് എൻ്റെയും ബ്രദേഴ്സിൻ്റെ മക്കളും ഫാമിലീസായിട്ട് തന്നെ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അവരെ സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്. എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവരും പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നുണ്ട്. അവർ എഴുന്നേറ്റ് നിൽക്കാൻ ഞങ്ങൾ പറയുന്നില്ല, എന്നാൽ അവരുടെയൊക്കെ സാന്നിധ്യമുണ്ട്. എല്ലാവരും ഇതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരിചയപ്പെടുന്നത് നന്നായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന സ്ഥലം സഭയിൽ നിന്നും നല്ലൊരു പങ്ക് ദൈവമക്കൾ വരുവാനായിട്ട് ഇടയായിട്ടുണ്ട്. കൂടാതെ കൂടെ വർക്ക് ചെയ്യുന്നവരും പലരും ആ രീതിയിൽ വരുവാൻ തക്കണമൊക്കെ ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ ഫാമിലിയെ ഞങ്ങൾ ഈ രീതിയിൽ പരിചയപ്പെടുത്തി. ഓക്കെ, കലിശ്ശേരിയിലും അനിയുടെ ബ്രദേഴ്സും രണ്ടുപേരും കുടുംബങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അവരും ഇവിടെ ഉണ്ട്. ആരെയും പ്രത്യേകം എടുത്ത് പരിചയപ്പെടുത്തുന്നില്ല, എന്നാൽ ദൈവം ഞങ്ങളെ ഇത്രത്തോളം കരുതിയ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. താങ്ക് യു. It is good to be in your midst this morning with the Word of God. As our brother said, it is the unchanging Word of God. It does not matter who's speaking the Word. It is the Holy Spirit that is communicating the message. And may the Lord bless this time that we have together with the Word. Scriptures and one promise. One commandment and one promise. Of course, we read of many commandments given to husbands and wives. We read that in the scripture reading in Ephesians 5. There is the instruction to the husband to love. How to love? As Christ loved the church. What a high standard that is. And to the wife in chapter 5 of Ephesians, to submit as the church is submit to the Lord Jesus Christ. And that is a high calling as well. But that is not the subject I'd like to leave with you this morning. There are many commandments in scriptures to the husband and wife, and all of them are equally important. Perfections that are planned in marriage will not be fulfilled in our lives. But those who follow that precept, that he is given all the preeminence, it is a joyful household. There is happiness in the children that are born. It is a fruitful household. There is no barrenness there. The man in the home is ruling with confidence, with boldness, but mostly with love. And there is, the word of God says in Psalm 127, there is no room to be ashamed. You read the last verse of Psalm 127 and go back home. No room to be ashamed. Thank you, Brother Roy Samuel, for bringing the Word of God. We were listening about one commandment, and also we were listening about one great promise. But as we were going through the scriptures, it also talks about one great poem that was composed in Genesis. And that poem was composed by none other than Adam himself when he saw Eve. And what is that poem? We all know. It's the most romantic poem. This is now bone of my bone and flesh of my flesh. And they are no longer twined, but they are one. This is the most romantic poem which we see in the beginning of the scriptures that Adam composed when he saw perfection in God's work. And I believe Basil and Susanna, as you start this journey, and this poem should always be in your hearts and minds, and may the Lord continue to help you both and each one of us. Thank you, Brother Roy, to lead us with another Malayalam song.
May the Lord continue to help us. എല്ലാവർക്കും ചേർന്ന് പാടാവുന്ന പാട്ടാണ്. Not His benefits. His benefits are manifold, which are witnessed in our lives. Now, for the vote of thanks, shall I call upon Stefan S. Puturan, brother of Susanna, to come forward for the vote of thanks. May the name of the Lord be glorified. Seeing my sister here, Susanna, with Basil, truly fills our heart with gratitude. This union has been a prayer for many years, and today we are so thankful to witness God's perfect timing and answer. Before I move on to my responsibility, I would just like to read a verse from Psalm 116, verse 12. Psalm 116, verse 12. What shall I render to the Lord for all His benefits towards me? First, as I was sitting here and attending the function, first and foremost, I thank God for His goodness and faithfulness in bringing us all together for this joyous engagement of Basil and Susanna. We would like to express our sincere gratitude to the assemblies involved, Hebron Chapel, Ernakulam North Assembly, where we and our parents are part of, the elders and members of the assembly, also to the members and elders of the Christian Brethren Church, Ariparam, where Varghese Kunnangal and Basil and family are part of. And also, my current sister is currently in place in Chennai, and she is in fellowship with the Bethesda Bible Chapel, Kilpauk, Chennai. We are grateful to the elders and dear brothers and sisters who are visiting from BBC Kilpauk as well. We once again thank you for all your prayers and guidance and support throughout this gathering. Our heartfelt gratitude once again to Brother Roy Samuel for coming from Chennai and sharing from God's word meaningfully. Also to Brother John Skoshi, elder of our assembly, thank you once again for leading this function gracefully. We would also like to thank Brother Marcos Matthew from Ariparam Assembly for leading with the document signing. And for the brothers who led us with scripture reading, prayers, and document signing as well, we thank you. And for singing as well, your participation has been a great value to us. ബേസിലിൻ്റെയും സൂസനയുടെയും വിവാഹത്തോടുള്ള ബന്ധത്തിന് കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇന്ന് ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാൻ വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ എടുത്ത തീരുമാനത്തിന് സാക്ഷ്യം വഹിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചതിനായിട്ട് സ്തോത്രം. തിരുവനന്തപുരയിൽ കർത്താവിൻ്റെ ഓരോ താമസിക്കുന്നവരിൽ മെയ് മാസം 22-ാം തീയതി പാമ്പാടിയിൽ വിവാഹം നടക്കേണ്ടതായിട്ടുണ്ട്. സ്വർഗ്ഗപിതാവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിന്റെ കൃപ തരണം. കുഞ്ഞുങ്ങൾക്കും സൂസനോടെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സഭയിൽ അനുഗ്രഹമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളുടെ കഴിഞ്ഞു.
കർത്താവിൻ്റെ സാക്ഷിയായി കർത്താവെ എല്ലാ നിലയിലുള്ള അനുഗ്രഹങ്ങളും പ്രാപിച്ചു. ശരീരത്തിൽ ക്ഷേമവും കൊടുത്തു, വിദ്യാഭ്യാസം കൊടുത്തു, ജോലി കൊടുത്തു. എല്ലാത്തിനുപരിയായിട്ട് ക്രിസ്തീയ സാക്ഷിയുടെ ഒരു കുടുംബത്തിൽ ജനിക്കുവാൻ ഭാഗ്യവും ഞാൻ പറഞ്ഞത്
പിടിച്ചോ നമ്മുടെ ബാഗ് ഇത് ഒറിയാണ് ഇതിനകത്ത് ഇത് ഒറിയാണ് എൻ്റെ സാരി ഇയാളൊക്കെ തിരിച്ചുണ്ട് വളർത്തൊക്കെ ഇതെന്താ കാര്യം ഇതൊക്കെ ഇന്നിട്ടൊക്കെ വലിയ കുഴപ്പമില്ലാതെ കളറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇടാത്ത അവിടെയൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ക്ഷീണിച്ചു. വിളിച്ച് നല്ല വെയിലായിരുന്നു, നല്ല ചൂടായിരുന്നു. അതോട് കയറാൻ വേണ്ടി തിരക്ക് പിടിച്ചിരിക്കുക. വണ്ടി ഓഫ് ചെയ്തിട്ടില്ല, വണ്ടി ഓഫ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ശരി.